കേരളത്തിൽ അഖിലേന്ത്യാ രാഷ്ട്രീയം പോലല്ല കേരള രാഷ്ട്രീയം. 55-56% വരുന്ന ഹിന്ദു സമൂഹം, അത് തന്നെ നായർ, നമ്പൂതിരി, ഈഴവ എന്നൊക്കെ പറയുന്ന കുറേ വിഭാഗങ്ങൾ, അതിലൊരു 10-26% ഈഴവർ. അവർ മഹാഭൂരിപക്ഷം CPM-നോടൊപ്പം. നായർ വിഭാഗം രണ്ടായി നിന്നതിപ്പോൾ മൂന്നായി, BJP-യോടൊക്കെ ചേർന്ന് മൂന്നായി നിൽക്കുന്നു. മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരെല്ലാം BJP ലൈനിലേക്ക് മാറി. പിന്നോക്ക വിഭാഗപ്പെട്ടവരെല്ലാം കോൺഗ്രസിലും CPM-ലും മാറി. അങ്ങനെ 56% പല ശതമാനമായി മാറി. 26% വരുന്ന പിന്നെ മുസ്ലിങ്ങൾ ഒന്നടങ്കം ഒരു ബെൽറ്റ്. ഈ 56%-ൽ ഒരു 10-20% പിടിക്കാൻ പറ്റുന്ന BJP-ക്ക് 18% വരുന്ന ക്രിസ്ത്യൻ വോട്ടിൽ നിന്ന് ഒരു 10% കൂടെ പിടിക്കാൻ പറ്റിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഒരു 30% വോട്ട് കിട്ടിയാൽ കുറേ സീറ്റുകൾ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു കാര്യത്തിനോടാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നും ക്രിസ്ത്യാനികളുടെ വീടുകളിലേക്ക് എന്തൊക്കെ മറിമായങ്ങളാണ് BJP ചെയ്യാൻ ശ്രമിച്ചത്. കേക്ക് കൊണ്ടുപോകുന്നു, വൈൻ കൊണ്ടുപോകുന്നു, ബിഷപ്പിൻ്റെ വീട്ടിൽ പോകുന്നു, ബിഷപ്പിൻ്റെ കാല് കഴുകുന്നു, അങ്ങോട്ട് ബിഷപ്പ് പോണവരുടെ കാല് കഴുകുന്നു. അങ്ങനെ അത് ശുശ്രൂഷയാണ്. കാല് കഴുകുമെന്ന് പറഞ്ഞാൽ മോശമായിട്ട് പറഞ്ഞല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശുശ്രൂഷകൾ നടത്തുന്നു, സുവിശേഷം പറയുന്നു, കേക്ക് കൊടുക്കുന്നു, വൈൻ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വലിയ ചർച്ച നടത്തുന്നു, പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. കന്യാസ്ത്രീകൾ പോയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് അനൂപ് ആൻ്റണിയെ, ഷോൺ ജോർജിനെ അയച്ചതിന് പുറമെ നേരിട്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇറങ്ങി കന്യാസ്ത്രീകളെ രക്ഷിച്ചെടുത്ത് കൊണ്ടുപോയി കേസിൽ നിന്നൊക്കെ രക്ഷപ്പിടിച്ചുള്ള പരിപാടികൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് തലത്തിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം വയ്ക്കുന്നു. അതിനകത്ത് ഷോൺ ജോർജിനും അനൂപ് ആൻ്റണിക്കും ചുമതല കൊടുക്കുന്നു. ക്രിസ്ത്യാനികളിൽ വളരെ പ്രധാനപ്പെട്ട ഷോൺ ജോർജും PC ജോർജിനെയും പൊക്കിക്കൊണ്ടുവന്നു. അനൂപ് ആൻ്റണിയെ കൊണ്ടുവരാൻ പറ്റി. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന അനൂപ് ആൻ്റണി കേരളത്തിലിറക്കി. AK ആൻ്റണിയുടെ സാക്ഷാൽ മകനെ, AK ആൻ്റണിയുടെ മകനെ കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ അൽഫോൺസ് കണ്ണന്താനത്തിനെ കൊണ്ടുവരാൻ പറ്റി. ജോർജ് കുര്യനെ മന്ത്രിയാക്കി. അങ്ങനെ പിന്നെ ഒരുപാട് രൂപത്തിൽ ക്രിസ്തീയ രംഗത്തുള്ള ഒരു ജേക്കബ് തോമസിനെ പോലെയുള്ള ജേക്കബ് തോമസ് പോലെയുള്ള IPS-കാരെയും DGP-മാരെയും ഒക്കെ എല്ലാവരെയും വളരെ വലിയ ഒരു ക്രിസ്തീയ വിഭാഗത്തിലുള്ള നോബിള്, കോട്ടയത്തെ നോബിള്, അങ്ങനെ വളരെ വലിയ ക്രിസ്ത്യാനികളെ ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ സഭാ നേതൃത്വം ഇതിനകത്ത് വന്നിട്ടില്ല. ഇവിടെ BJP-ക്ക് തെറ്റുന്നത് ഇവർ ഈ സഭാ നേതൃത്വവുമായി പോയി കച്ചവടം ഉറപ്പിക്കുന്നതാണ്. നിങ്ങളതല്ല ചെയ്യേണ്ടത്. 18% വരുന്ന ക്രിസ്ത്യാനികളിൽ മഹാഭൂരിപക്ഷവും റബ്ബർ കർഷകരും ഇടത്തരക്കാരും കർഷക തൊഴിലാളികളും കർഷകരുമാണ്. തൊഴിലാളികളല്ല, കൂടുതലും കർഷകരാണ്, നാമമാത്ര കർഷകരുമൊക്കെയാണ്. ഏലം, ഇഞ്ചി, പിന്നെ തോട്ടവിളകൾ, കുരുമുളക്, റബ്ബറൊക്കെ കൃഷി ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗമാണ് ക്രിസ്ത്യൻ വിഭാഗം. അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. BJP-യുടെ ഏറ്റവും വലിയൊരു വിഷയം അതാണ്. നിങ്ങൾ സഭകളെ പിറകെ നടക്കുകയാണ്. സഭകളെ പിറകെ നടന്ന് FCRI ഒരു കാരണവശാലും നിങ്ങൾക്കറിയില്ലേ, FCRI ക്രിസ്ത്യാനികളെ പോലുള്ള NGO-കൾ ബഹളം ഉണ്ടാക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് അത് പാടില്ല എന്നറിഞ്ഞുള്ള അത്ര മന്ദബുദ്ധികളാണോ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഇടയിൽ ആ ബില്ല് കൊണ്ടിട്ടു. ആ ബില്ല് കൊണ്ടിട്ട ഉടനെ തന്നെ അതാരോ ചെയ്തൊരു ബുദ്ധിയാണ്. ബില്ല് കൊണ്ടിടുന്നു. ബില്ല് കൊണ്ടിടുമ്പോൾ തന്നെ ബില്ല് കൊണ്ടിട്ട് ക്രിസ്ത്യാനികളെ മുറുക്കാം എന്ന് അങ്ങനെ അവരെ മുൾനിലയിൽ നിർത്തി വോട്ട് പിടിക്കാമെന്നാണ് വിചാരിച്ചെങ്കിൽ അത് തെറ്റിപ്പോയി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. അവസാനം അവർ സഭകൾ കയറി തിരിഞ്ഞു. ദീപിക പത്രം തിരിയുന്നു. ദീപിക പത്രത്തിനെതിരെ ഷോൺ ജോർജ് വരുന്നു, PC ജോർജ് വരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നു, അച്ഛനെ വിളിക്കുന്നു, തന്തയ്ക്ക് വിളിക്കുന്നു. യാതൊരു ലക്ഷ്യബോധമില്ലാത്ത ഭാഷാപ്രയോഗങ്ങൾ നടത്തുന്നു. അവസാനം ഞങ്ങൾക്കിതിലൊന്നും യാതൊരു ബന്ധമില്ല എന്ന് BJP കോർ കമ്മിറ്റിക്ക് പറയേണ്ടി വരുന്നു. ചുരുക്കത്തിൽ സഭകളുമായി വീണ്ടും ഒരു പോരിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. എന്തിന് ഇങ്ങനെ ചെയ്യണം? BJP ക്രിസ്തീയ സഭകളുടെയും മുസ്ലിം ആളുകളുടെയും ഹിന്ദുവിൻ്റെയും നായരുടെയും ഈഴവരുടെയും വോട്ട് പിടിക്കുന്ന പണി മതിയാക്കണം. നിങ്ങൾ കേരളത്തിലെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളിൽ ഇടപെടണം. നിങ്ങൾക്കിവിടെ വലിയ സ്പേസ് ഉണ്ട്. കാരണം വലിയ അടിസ്ഥാനപരമായ വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ അഗ്നിപർവ്വതം പോലെ പുകയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് നേതൃത്വമില്ലാത്തതും ഒരുപാട് വലിയ വിഷയങ്ങളാണ്. അവരെ സംഘടിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായത്താൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യുന്നതിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ചിന്താമണ്ഡലം മാറുന്നില്ല? നിങ്ങളിപ്പോഴും ജാതി, മതം, വർഗം, ഹിന്ദുത്വം, സംഘപരിവാർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കിടന്ന് കുഴയുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. ഈ ക്രിസ്തീയ സഭയൊക്കെ നിങ്ങൾ വിട്ടേക്ക്. സഭാധ്യക്ഷന്മാരെ വീട്ടിൽ കേക്ക് കൊണ്ടുപോകണ പരിപാടിയൊക്കെ അങ്ങ് മതിയാക്കുക. നിങ്ങൾ എല്ലാ ജാതി മതത്തിലെയും
അശരണരായ ഒരുപാട് മനുഷ്യരുണ്ട്. അവർ എല്ലാവരും സഭ പറഞ്ഞാൽ കേൾക്കുന്നവരല്ല, എല്ലാവരും NSS പറഞ്ഞ നായർ സൊസൈറ്റി പറഞ്ഞാൽ കേൾക്കുന്നവരല്ല, എല്ലാവരും SNDP പറഞ്ഞാൽ കേൾക്കുന്നവരല്ല, എല്ലാവരും KPMS പറഞ്ഞാൽ കേൾക്കുന്നവരല്ല, എല്ലാവരും KNMS പറഞ്ഞാൽ കേൾക്കുന്നവരല്ല. ആ മനുഷ്യരെ കൊണ്ടുവരാനുള്ള വലിയ പണി BJP ചെയ്യുമോ? വികസിത കേരളം എന്ന് പറയുമ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങളായിട്ടുള്ള കർഷകരും കർഷക തൊഴിലാളികളും പാടത്ത് പണിയെടുക്കുന്നവരും റബ്ബർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അടക്കമുള്ള ഹാൻഡ്വീവിലും കൈത്തറിയിലും കയറിലും ഒക്കെ പണിയെടുക്കുന്ന ആശാ വർക്കേഴ്സും അംഗനവാടിയൊക്കെ ഉൾപ്പെടെ വളരെ വലിയൊരു തൊഴിലാളി വിഭാഗം, ഒരു തൊഴിൽ വിഭാഗം കേരളത്തിലുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അത് കേവലം യൂണിയനുകൾ കൊണ്ട് മാത്രമൊന്നും പരിഹരിക്കാൻ കഴിയുന്നതല്ല. അവിടെ ഒരു ഇടപെടൽ നടത്താൻ BJP ശ്രമിക്കുക. ഈ ക്രിസ്തീയ സഭാ തർക്കവും ഈ തല്ലും വഴക്കുമൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. അതിൻ്റെ പുറകെ പോയത് കൊണ്ട് ഒരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല. ഒരാളും നിങ്ങൾക്ക് വോട്ട് തരാനും പോകുന്നില്ല. അങ്ങനെ ഒരു ക്രിസ്തീയ സംഘങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ക്രിസ്ത്യാനികളെയും കൂടെ കൂട്ടുപിടിച്ച് മുസ്ലിങ്ങളെ ഒറ്റതിരിച്ച് നിർത്തി കേരളത്തിൽ അധികാരത്തിൽ വരാം എന്നുള്ള ഫോർമുല നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നെങ്കിലും അവർ മന്ദബുദ്ധികളുടെ ലോകത്താണ്. കാരണം കേരളത്തിൽ അത് നടക്കില്ല. കേരളത്തിൻ്റെ മനസ്സ് മറ്റൊരു മനസ്സാണ്. ഇവിടെ മറ്റൊരു രീതിയാണുള്ളത്. കാര്യമൊക്കെ നേടും. നിങ്ങളെ കൂടെ നിന്ന് വേണമെങ്കിൽ ക്രിസ്ത്യ സഭകളൊക്കെ കാര്യമൊക്കെ നേടും. നിങ്ങളെ തോളിലൊക്കെ കൈയിടും, കേക്ക് കൊണ്ടുപോയ വാങ്ങിക്കും, കഴിക്കും, എല്ലാം ചെയ്യും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ, അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിപ്പ് കറക്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ. പുറത്ത് ഇരിക്കുന്ന ഇതിൽ നിന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യ സഭകളിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ കയറി വിഴുങ്ങാൻ പറ്റുന്നതല്ല. അതിൻ്റെ രീതിശാസ്ത്രം വേറെയാണ്, അതിൻ്റെ ശൈലി വേറെയാണ്. അതുകൊണ്ട് ഷോൺ ജോർജ് ആയാലും PC ജോർജ് ആയാലും കൈയെടുത്തേക്കുക. നിങ്ങൾ ഇങ്ങനെയല്ല ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടികൾ ചെയ്യേണ്ടത്. ഔട്ട്റീച്ചൊക്കെ നല്ലത് തന്നെ, പക്ഷേ നിങ്ങൾ എടുത്ത പ്രോഗ്രാമുകൾ തെറ്റിപ്പോയി. അത് നിങ്ങൾ തിരുത്തിയാൽ നിങ്ങൾക്ക് നല്ലത്, സഭയ്ക്ക് നല്ലത്. ഒരു കോഡിയൽ റിലേഷനിൽ സഭയും BJPയുമായിട്ട് പോകാൻ കഴിയും. അത് തീർച്ചയായിട്ടും രണ്ട് കൂട്ടർക്കും കേരളത്തിൻ്റെ പൊതുസമാധാനത്തിനും വളരെ അത്യാവശ്യമാണ്.